അല്ല, താൻ ആരാന്നത് എന്റെ വിചാരം? എന്ത് ചോദ്യങ്ങളും ചോദിക്കാനാണോ താൻ എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? അതൊക്കെ രേണുസുതിയും ആറാട്ടണ്ണനും. ഞാൻ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളല്ല. രേണുസുദിനെയല്ലേ താങ്കൾ ഇന്റർവ്യൂ ചെയ്തപ്പം? ആ രേണുസുദിനെ ഇന്റർവ്യൂ നിൽക്കുന്ന അവരുടെ പെർമിഷനോട് ചെയ്തതാ. നാട്ടുകാർ അവരോട് ചോദിച്ച കാര്യമാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഞാൻ നാട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് താങ്കൾക്ക് എന്താ ഇത്ര ഈ തണ്ട് കാണിക്കാൻ താങ്കൾ ആരാന്നാ താങ്കൾ? അത് നിങ്ങളുടെ കോൺസെപ്റ്റ് അല്ലേ? ഞാനൊരു തണ്ടുകാരിയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം. താങ്കൾ തണ്ടുകാരി നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാ അന്തസ്സോടുകൂടി കാര്യങ്ങൾ ചോദിക്കുന്ന പെണ്ണുങ്ങളെ താനൊന്നും അംഗീകരിക്കത്തില്ല. ഈ താങ്കൾ എന്തിനും ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളുടെ മൊത്തം സപ്പോർട്ട് താങ്കൾ കിട്ടുന്ന ഓർത്തിട്ടാണോ? എനിക്ക് ആരുടെ സപ്പോർട്ട് വേണ്ടോ? ഞാൻ താങ്കളെ എതിർക്കുന്നത് ഏറ്റവും കൂടുതൽ താങ്കളെ എതിർക്കുന്ന സ്ത്രീകളാണ്. ആയിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, ഒന്നും ആകാത്ത സ്ത്രീകളാണ്. അതായത് തന്റെ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരാൻ ധൈര്യമില്ലാത്ത സ്ത്രീകളാണ് എന്നെ എതിർക്കുന്നത്. അവര് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ രേണുസുതിയോടും ഈ പറയപ്പെടുന്നവനോടും ഒക്കെ ചോദിക്കുന്നത്. എന്റെ വീട്ടിൽ നിന്നൊന്നും ഒരു കാര്യവും ഞാൻ ചോദിക്കാറില്ല. എന്നിട്ട് ഈ കമന്റിന്റെ അടിയിൽ വന്നിരിക്കുന്ന ഈ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ഒന്ന് താങ്കൾ വായിച്ചു നോക്കി? വായിച്ച് ഞാൻ ചിരിക്കും. ശരിക്കെന്താ, ഞാൻ എന്റെ വർക്ക് അതിന്റെ ഏറ്റവും നല്ല പൂർണ്ണതയിലാണ് ചെയ്യുന്നത്. അതിന് ഇവർക്ക് ഇത്ര ചൊറിച്ചിൽ തന്നെ? ഏറ്റവും പൂർണ്ണത ചെയ്തിട്ട് അതിന്റെ അടിയിൽ രേണുസുതിക്ക് സപ്പോർട്ട്. എന്നെ കാണാനാണോ നാട്ടുകാരിരുന്ന് ഈ 15 ലക്ഷം പേരും അല്ലെങ്കിൽ 1 കോടി പേരും ഇരുന്ന് കാണുന്നത്? അല്ലാതെ രേണുസുതിയെ കാണാനല്ല, എന്നെ തെറി പറയാനാ. അതെന്റെ കഴിവ്. എന്നെ ഈ ശാരിക കേവിയെ കാണാൻ, ഇന്റർവ്യൂറെ കാണാനായി. രേണുസുതി എന്ന് പറയുന്ന ആ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ ശാരിക അറിയപ്പെടുമായിരുന്നോ? ശാരികനെ രണ്ടുപേരും അറിയുമായിരുന്നോ? തന്നെയൊക്കെ രണ്ടുപേരും അറിയുമോടോ എന്ന് ചോദിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടോ? എന്താ, എത്ര പേര് അറിയുമായിരുന്നു? രേണുസുതിയെ കൊണ്ട് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാക്കിയാണ് രേണുസുതി. ശാരികയ്ക്ക് മുമ്പും ശാരികയ്ക്ക് ശേഷവും താങ്കളെ കൊണ്ട് രേണുസുതി രക്ഷപ്പെട്ടുന്നോണ്ട് താങ്കൾ അവകാശപ്പെടുന്നത്. രേണുസുദിനെയായിരുന്നോ താങ്കളെ ആയിരുന്നോ ഇന്റർവ്യൂ ചെയ്ത ശാരികയായിരുന്നോ ഇന്റർവ്യൂവിന് ഇരുന്ന രേണുസുതിയായിരുന്നോ ആ ചാനൽ, ഇപ്പൊ താങ്കൾ പറയുന്ന ആ ചാനൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്? ഗസ്റ്റ് രേണുസുതി. ഞാൻ അവിടുത്തെ ഹോസ്റ്റ് അല്ലേ. ഗസ്റ്റിനെ എനിക്കൊരു ഗസ്റ്റിനെയും പേടിയില്ല. അതാണ് അവർ എന്നെ വിളിക്കുന്നത്. ധൈര്യപൂർവ്വം അവര് തരുന്ന ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ രേണുസുദിൽ ഒരാളും എന്നെ കടിക്കത്തില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യും. ഹോട്ട് സീറ്റ് കൊണ്ടിരിക്കും പ്രധാനമന്ത്രിയെ വരെ. പക്ഷെ ഇത് യഥാർത്ഥ ആ ഒരു ഷൗട്ട്നെസ് വന്നിട്ടില്ലെങ്കിലും മോശം പറയാനില്ല. എഴുന്നേറ്റ് പോകാൻ തോന്നുന്നുണ്ടോ? ഇവിടുന്ന് ചാടി എഴുന്നേറ്റ് എനിക്കൊരു അടിയിൽ നിന്നിട്ട് പോകാൻ തോന്നുന്നുണ്ടോ? ഇതിലേക്ക് പോകണ്ട. അപ്പം എന്താണെങ്കിലും ഒരു ഇന്റർവ്യൂർ ആണെന്ന് തെളിയിച്ചു, ഇപ്പോൾ ഒരു ആക്ട്രസ് ആണെന്ന് തെളിയിച്ചു, ഒരു ഗായികയും കൂടിയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം അവസാനമായി നമുക്ക് ഒരു ഗാനം കൂടി ആലപിച്ച് നമുക്ക് ഈ അല്ല എന്താണെങ്കിലും ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണെങ്കിലും ഞാൻ കൂടിത്തരും. ഏത് പാട്ടാണെങ്കിലും കൂടിത്തരും. ആക്ട്രസ് ആണെന്നും ഇന്റർവ്യൂ മികച്ചൊരു ഇന്റർവ്യൂ ആണ് നമ്മള് തെളിയിച്ചൊരു ഡിബേറ്ററും കൂടിയാണ്. ഇപ്പം അതായത് ഒരു എന്താ പറയാ സകലകലാ വല്ലഭയാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്. പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരുപാട് പാടി, എപ്പോഴും പാട്ടാ. 24/7 ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളാ. പാടില്ലാതെ ഒരിടത്തും ഇല്ല. ഞാൻ കിടന്നുറങ്ങുന്നു, എന്റെ മോള് കിടന്നുറങ്ങുന്നതും പാട്ട്. ഈവൻ ബസ്സിലായാലും ട്രെയിനിലായാലും കാറിലായാലും പാട്ടില്ലാത്തൊരു പരിപാടിയില്ല എനിക്ക്. പക്ഷെ പാടാൻ അറിഞ്ഞുകൂടാ. പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാടാൻ കഴിവില്ല. ഒരു വരി പാടണം എന്താണെങ്കിലും, മികച്ചൊരു ഗാനം. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, ഏനുണ്ടോടി ആമ്പലച്ചന്തം, കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ.